ശാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയം 39ാമത്തെ ദശകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ജനിച്ചതായിട്ടുള്ള കുട്ടികളെല്ലാം വധിക്കുകയാണെങ്കിൽ, ഹേ കംസമഹാരാജാവേ, അങ്ങയുടെ അന്തകൻ ശരിയിലൊക്കെ പറയപ്പെട്ട അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ഉണ്ടാവാൻ തന്നെ പ്രയാസമാണ്, അങ്ങേ കൊല്ലാനൊക്കെ ആരാണ്ടാവുക, ഉണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ നമുക്ക് വകവരുത്താൻ വല്ല വിഷമമുണ്ട്. ഈ കുട്ടികളെ കൊല്ലാൻ വല്ല വിഷമമുണ്ട്. ഒരു മരം വലുതായാൽ എത്ര ആൾക്കാർ മഴു വെച്ച് വെട്ടണം. ഇന്നിപ്പോൾ മഴുവല്ല, ഉപകരണമാണെങ്കിലും വെട്ടാൻ കുറച്ച് പാടുണ്ട്. പുളിന്തൈ പോലെയുള്ള തൈകളൊക്കെ പറിച്ചെടുക്കാൻ വല്ല പ്രയാസമുണ്ടോ? കശക്കി ഒറ്റ എറിഞ്ഞ ആ മരത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇതുപോലെയല്ലേ ഈ കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ. അങ്ങയുടെ കയ്യിൽ എത്ര ആൾക്കാരുണ്ട്, സൈന്യങ്ങളും ഭൃത്യന്മാരും. ഒരാജ്ഞ അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടു. കൽപ്പന കൊടുത്താൽ നടക്കണ കാര്യമുള്ളൂ ഇത് എന്ന് പറഞ്ഞ് ദുർമന്ത്രി ദുർമന്ത്രികൾ ഒരുവിധം കംസരാജാവിനെ സമാധാനിപ്പിക്കുകയാണ്. ഗോകുലത്തിലോ ഭഗവാന്റെ ആ ജന്മോത്സവം, ഇതിലും ഇതൊരു ഉത്സവം ഉണ്ടോ ആലോചിച്ച് നോക്കിയാൽ. അഷ്ടമി രോഹിണി തന്നെ നമ്മൾ കേമായിട്ട് വാർഷികമാണ് പറയുമ്പോൾ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഏതൊക്കെയോ വാർഷികങ്ങൾ. അതിപ്പോൾ എത്ര കേമായിട്ടാണ്, ശോഭായാത്രി എങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ ജന്മം അവിടെ എങ്ങനെ ആയിട്ടുണ്ടാവണം, അതൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയാണ്. എന്നാലും പറയുക, അത്രയേ ഉള്ളൂ. തത പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ, ഹേ മുകുന്ദ വിളിച്ചുകൊണ്ട് പറയുകയാണ് സംബോധന. കൃഷ്ണ, പശുപമന്ദിരേ, ഗോകുലത്തിൽ. പശുപമന്ദിരം ഗോകുലം, പശുക്കളെ മേയ്ക്കുന്നവരാണ് പശുപന്മാർ. ആ മന്ദിരത്തിൽ നന്ദപ്രിയ പ്രസൂതിശയനേശയേ, നന്ദപ്രിയ നന്ദഗോപരുടെ ഗോപരുടെ പത്നിയായിട്ടുള്ള യശോദയാണ് നന്ദപ്രിയ. നല്ല പേരാണല്ലേ, ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പേരിടാം. നന്ദപ്രിയ എന്നിവർ കേട്ടിട്ടുമില്ല, ആരും ഇട്ടിട്ടുമില്ല. നന്ദപ്രിയ തരക്കടില്ല. സ്ത്രീകൾക്ക് നന്ദപ്രിയ ഒരു പേര് കാണിച്ചാടാം. യശോദ എന്നാണ് അർത്ഥം. നല്ല പേരാണ്. നന്ദപ്രിയയുടെ ആ പ്രസവഗൃഹത്തിൽ പ്രസൂതി ശയനേശയെ കിടക്കുന്ന മനോഹരമായിട്ടുള്ള സ്വരൂപത്തോട് കൂടിയിട്ട് രുദതി കിഞ്ചിത് അഞ്ചത്പദേ അല്ലേ, രുവതി എന്നും പറയും, രുദതി എന്ന് കണ്ട് ശരിയാണ്. കൂടി ഒരു രസം രുദതിക്കാണ് ഒരു ഗ്രിപ്പുള്ളത് പറയാൻ. രുദതി കിഞ്ചിത് അഞ്ചിത് പദേ എല്ലാം കൂടിയാണ് ചേരുമ്പോൾ രുദതിക്കൊരു രസമുണ്ട്. രുദതി കിഞ്ചിത് അഞ്ചപദേ, മനോഹരമായിട്ട് ആ കാലമൊക്കെ അങ്ങനെ ഇളക്കി കുടഞ്ഞ് കരയുക. അതിനൊരു കൗതുകമുണ്ട്. ചെറിയ കുട്ടികൾ ആ കാലമൊക്കെ അങ്ങനെ മെല്ലെ വല്ലാത്തങ്ങനെ വാശി പിടിച്ച് കരയല്ല, അത് നമുക്കൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കില്ലേ. ചെറുതായിട്ട് കാലിങ്ങനെ ഇളക്കി അങ്ങനെ കരയുമ്പോൾ അവിടെ കരച്ചിലാണെങ്കിലും കാണുന്നവർക്കൊരു കൗതുകം ഉണ്ടാവുക അല്ലേ. നമ്മൾ വലിയ സമാധാനിപ്പിക്കുക, എന്തിന് കരയണോ എന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കരച്ചിൽ, ചെറിയ കാലമൊക്കെ അങ്ങനെ ഇളക്കി, ചിന്താമരപ്പൂ പോലെയുള്ള കാലുകളൊക്കെ ഇളക്കിയിട്ട്, ഭഗവാനെ അങ്ങയുടെ ആ കരച്ചിൽ പോലും എത്ര ആകർഷകവും സുന്ദരവുമായിരുന്നു ഇല്ലേ, നോക്കി നിൽക്കാൻ തോന്നും. വിബുദ്ധ വനിതാജനൈതനയ സംഭവേ ഘോഷിതേ, ഗോകുലവാസികളൊക്കെ യശോദ പ്രസവിച്ചു എന്ന വിവരം ഗോകുലം മുഴുവനെ അറിയിച്ചു. ഒരാൾ പറഞ്ഞു, അയാൾ മറ്റൊരാൾ പറഞ്ഞു, അയാൾ വേറെ ആൾ പറഞ്ഞു, അയാൾ വേറെ ആൾ, ഇങ്ങനെ ക്രമത്തിൽ എല്ലാവരും യശോദ വയസ്സുകാലത്താണ് പ്രസവിച്ചിരിക്കണം. അത് എല്ലാവരും ഇങ്ങനെ അറിയേ. ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ എന്നൊക്കെ ചിലർ അങ്ങനെയും ചോദിച്ചു. മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം, ആ ഗോകുലം മുഴുവൻ മുദാ ആനന്ദത്തിരമാല
അടിച്ചു. കടലിൽ തിരമാലടിക്കണ പോലെയുള്ള ആനന്ദം എവിടെയും കളിയാടി എന്ന് വർണ്ണിച്ചിരിക്കുകയാണ്. ഇവിടെ കംസൻ്റെ ആ ഭാഗം എങ്ങനെ വർണ്ണിച്ചു, അവിടെ യശോദർ ഗോകുലത്തിലത്തെ ഭാഗം എങ്ങനെ വർണ്ണിക്കുകയാണ്. എന്നിട്ടോ അഹോ കലിയശോദയാ നവകളായ ചേതോഹരം പവന്തമലമന്തിയേ പ്രഥമമാപി പന്ധ്യാദൃശ പുനഃത്തനപരം നിജം സപതിപായയന്ത്യാമുദ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോജിത. നവകളായ ചേതോഹരക്കളായ പുഷ്പം എന്ന് പറഞ്ഞാൽ ഒരു നീല നിറത്തിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പുഷ്പമാണ്. പലപ്പോഴും അതിനാണല്ലോ ഭഗവാനെ ഉപമിക്കുക. നവകളായ ചേതോഹരം, ഇത്രയും സുന്ദരമായിട്ടുള്ള ആ സ്വരൂപം കണ്ട് യശോദ കണ്ട് 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 യശോദയ്ക്ക് മതിയായില്ല, ആസ്വദിച്ചു. വീണ്ടും 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 മതി വരാതെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അല്ലെങ്കിലേ അമ്മയ്ക്കുണ്ടോ കുട്ടിയെ കണ്ടാൽ മതിയാവുന്നു സ്വയം അല്ലേ? താൻ പ്രസവിച്ചിട്ടുള്ളൊരു കുട്ടിയെ കണ്ട് മടിയിൽ വെച്ച് മതിയാവുക, അങ്ങനെ ഉണ്ടോ? മുലപ്പാൽ കൊടുത്ത് മതിയാവുക? അപ്പം അത് സച്ചിദാനന്ദ ബ്രഹ്മമായിട്ടുള്ള ഭഗവാനാകുമ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ആനന്ദമാണ്. ഒന്ന് സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ നിന്ന് ഉപാസകന് കിട്ടുന്ന പൊതുവെയുള്ള ആനന്ദം പ്ലസ് തൻ്റെ കുട്ടി, രണ്ട് ചേർന്നു ഇവിടെ. ആ രണ്ട് ആനന്ദത്തിൻ്റെ ഒരു പരിധി അല്ലേ, വ്യാപ്തി നിശ്ചയിക്കുക എങ്ങനെ കഴിയും? രണ്ടും കൂടി ഇങ്ങോട്ട് ചേർന്നപ്പോൾ യശോദ അങ്ങനെ പുളകം കൊണ്ടു എന്ന് പറയുന്നത്. സച്ചിദാനന്ദ ബ്രഹ്മമാവുക തൻ്റെ മകനോ, രണ്ട് തരത്തിലുള്ള സ്നേഹമാണ് ഇവിടെ അണ പൊട്ടി ഒഴുകണത്. ഭവന്തമല മന്തികേ പ്രതപമാപിപന്ധ്യാദൃശ, കണ്ണുകൊണ്ട് കോരി 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 കുടിക്കുന്നത് പോലെ കണ്ണുകൊണ്ട് ഇങ്ങനെ കോരി കുടിക്കുക. പുനഃസ്തനപരം നിജന്തപതിപായയന്ത്യാമുദ, മുലപ്പാലങ്ങനെ കൊടുത്തു. തനപരം നിജം സപതി, തൻ്റെ ആ മുലപ്പാൽ കൊടുത്ത് പായയന്ത്യ കുടിപ്പിച്ചിട്ട്. ഏതൊരമ്മയ്ക്കും തൻ്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരു അവാച്യമായ ആനന്ദം ഉണ്ടാവുന്ന, മാർക്ക് പറഞ്ഞാൽ അത് വേഗം മനസ്സിലാവില്ലേ? അവാച്യമായിട്ടുള്ള ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എൻ്റെ കുട്ടി ഇങ്ങനെ കുടിക്കുമ്പോഴേ അത് ഈശ്വരനാവുക കൃഷ്ണനാവുക എന്ന് പറയുമ്പോൾ എത്രത്തോളം കൗതുകം ഉണ്ടാവും, സുഖം അനുഭവം. അതൊക്കെയാണ് സുഖം ശരിക്ക്. നല്ലൊരു മധുരപലഹാരം തിന്നുമ്പോൾ സുഖം ഉണ്ടാവും, സിനിമ കാണുമ്പോൾ സുഖം ഉണ്ടാവും, അതൊക്കെ പറയാം. സുഖമായിട്ട് സിനിമ കണ്ടു, സുഖമായിട്ട് മധുരപലഹാരം കണ്ടു, കഴിച്ചു, സുഖമായിട്ട് അല്ലേ സിനിമ കണ്ടു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊക്കെ എന്ത് സുഖം അത്! ഈ ഒരു സുഖത്തെ ആലോചിച്ചാൽ അതൊക്കെ വല്ലതും ആണോ ആ വാക്കിൻ്റെ അർത്ഥം? ഇവിടെയാണ് സുഖം. പുനഃസ്തനപരം നിജം സപതി പായയന്ത്യാമുദ, അതിങ്ങനെ മുഴപ്പാൽ കുടിപ്പിച്ച് മനോഹരതനുസ്പൃശ. ഈ ലോകത്തിൽ ഇതിനേക്കാളും സുന്ദരമായിട്ടൊരു വസ്തു ഉണ്ടോ ഗുരുവായൂരപ്പ? ഒരിക്കലുമില്ല. സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സംശയിക്കാനൊന്നുമില്ല. സുന്ദരമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് സുന്ദരമായത് എന്ന് പട്ടിരിപ്പാടിന് ഉപമിക്കാൻ പറ്റിയില്ല. അത് തുടക്കത്തിലും തുടങ്ങിയിട്ട് അനുപമിതം എന്ന് പറയാം. സാന്ദ്രാനന്ദം, അവബോധാത്മകം, അനുപമിതം. സൗന്ദര്യോത്തരതോപി സുന്ദരതരം, ഏതിനോടാ ഉപമിക്കുക? ഭഗവാനെയൊക്കെ ഉപമിക്കാൻ വേറൊരു വസ്തു ഉണ്ടോ? മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിത, എല്ലാ പുണ്യവാന്മാരെയും പുണ്യവതികളെയും ജയിച്ചു. അതുവരെ പുണ്യവാന്മാരൊക്കെ ഉണ്ട്, എത്രയോ പുണ്യവാന്മാരുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ അവരൊക്കെ പിന്തള്ളപ്പെട്ടിരിക്കണം. ഫസ്റ്റ് സ്ഥാനത്ത് നിന്നിരുന്ന ചിലർ സെക്കൻഡ് സ്ഥാനത്ത് നിന്നിരുന്ന ചിലർ, അങ്ങനെയൊക്കെ ചിലവാണെങ്കിൽ ചിലർക്ക് ചിലത് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ചിലരെ ക്ലാസിഫൈ ചെയ്യാം. അതൊക്കെ മാച്ചു. അതുവരെയുള്ള ആ റെക്കോർഡ് തകർക്കുക എന്ന് പറയുമല്ലോ. ഇപ്പം ആരാ ഏറ്റവും പുണ്യം ചെയ്തത് വെച്ചാൽ യശോദയാണ്. സംശയിക്കൊന്നും വേണ്ട. സ്ത്രീയിലെ യശോദയും പുരുഷന്മാരിൽ നന്ദഗോപരും മാറ്റി. റെക്കോർഡ് തിരുത്തപ്പെട്ടു എന്ന് പറയാണ്. അതാണ് പുണ്യവന്തോചിത, പുണ്യവാന്മാരിൽ വെച്ചുള്ള ആൾക്കാരെ തിരുത്തി. ആരാ പുണ്യവാന്മാരെന്ന് വെച്ചാൽ നന്ദഗോപരും യശോദയും. അങ്ങനെയാണ് പറഞ്ഞാൽ മതിയോ എന്ന് ചിലർക്ക് തോന്നും. വേണ്ട, ഗോകുലത്തിലുള്ള എല്ലാവരും ആയിക്കോട്ടെ. ഗോകുലത്തിലുള്ളതായ സകലർക്കും ഉണ്ട് ഭാഗ്യം. കൃഷ്ണൻ്റെ ആ ദർശനത്തിന് സാക്ഷ്യം വഹിച്ചില്ലേ? ഭവത് കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദപരസങ്കുലോ തിജകുലായ കിന്നാദദാത്. എന്ത് തന്നെ കൊടുത്തില്ല. എങ്ങനെയാ ഈ തനയ സംഭവേ ഘോഷിതേ? കുട്ടികൾ ഒക്കെ ജനിക്കുക, പ്രസവിക്കുക, നല്ല പുത്രലാഭം ഉണ്ടാവുക, വലിയ ലാഭമാണത്. അതൊക്കെ ചെയ്താൽ ദാനം ധാരാളം ചെയ്യണം എന്നാണ്. ഇപ്പോൾ ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്തു. ബ്രാഹ്മണർ സത്സ്വഭാവികൾ,
സാത്വികന്മാർ, ജനനം മാത്രമല്ല കേട്ടോ, ജനനവും ഗുണൂലും ഉണ്ടായവരൊന്നും എല്ലാവരും അത് മാത്രമല്ല ബ്രാഹ്മണ്യം. സജ്ജനങ്ങൾ, മഹർഷിമാർ എല്ലാവരും, സന്യാസിമാർ, ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നാണ്. അപ്പം അങ്ങനെയുള്ളവരെ നോക്കി ധാരാളം പശുക്കളെ ദാനം ചെയ്തു, ധാരാളം ധനം ദാനം ചെയ്തു, ധാരാളം സ്വർണം ദാനം ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഈ പിറന്നാൾ ആഘോഷിക്കുക. ഭഗവത് സേവ നടത്തുക, ഗണപതി ഹോമം നടത്തുക, ധാരാളം അപ്പം നേദിച്ചിട്ട് അത് പ്രസാദമായിട്ട് കൊടുക്കുക. ഈ കേക്കൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ എവിടുന്ന് വന്നാൽ നമ്മുടെ സംസ്കാരം ഇല്ലാത്. കുറച്ച് നെയ്യപ്പം ഗണപതിക്ക് നേദിച്ചു, ഒരു ഗണപതി ഹോമം നടത്തി, 2 അധ്യായം ഭാഗവതം വായിച്ചു, എത്ര നന്ന്. ആ ഒരു മണിക്കൂർ ഭജന പരിപാടി ഇടുക, ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് വേണമെങ്കിൽ ചെല്ലിക്കാം, സ്വയം ചെല്ലാം. ഇതൊക്കെയാണ് പണ്ട് ഈ പിറന്നാൾ ആഘോഷേ. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയലല്ല. ഒക്കെ എവിടുന്ന് വന്നാൽ നമ്മുടെ സംസ്കാരമാണോ അത്? അപ്പം അങ്ങനെ വേണ്ട പോലെ ഭാരതീയ സംസ്കാരപ്രകാരം ഭഗവാന്റെ ജന്മത്തെ ആഘോഷിച്ചു. പ്രമോദരസങ്കുലോ ദ്വിജകുലായ കിം ന ആദദാത് കൊടുത്തു. എന്ത് തന്നെ കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, കൊടുത്തത് പറയാൻ പുറപ്പെട്ടാൽ അവധിയില്ല, അത്ര കൊടുത്തു. അതുകൊണ്ട് എന്ത് തന്നെയാണ് കൊടുക്കാത്തത്? ഇനി ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല നമ്മൾ പറയില്ലേ. കിം നാദദാത്, എന്ത് തന്നെ കൊടുത്തില്ല. തഥൈവ പശുപാലകാക്കി പുനമംഗളം തേനിരേ, പറയണ എന്തെല്ലാം മംഗളകർമ്മം അവർ ആചരിച്ചു. വളരെയേറെ കുട്ടികളൊക്കെ ശ്രേയസ് ഉണ്ടാവാൻ അല്ലേ. അച്ഛനമ്മമാർ എന്തൊക്കെ ചെയ്യാൻ മടിക്കുമോ? ഏത് അമ്പലത്തിൽ പോകാൻ, എന്ത് കർമ്മം ചെയ്യാനും, ഇത്ര ചിലവ് ചെയ്യാൻ, എന്ത് കൊടുക്കാനും മടിക്കില്ല. കുട്ടികൾ നാളെ നേരെ വട്ടെ അല്ലേ. തങ്ങൾ കഷ്ടപ്പെട്ടാലും തന്നെ കുട്ടികൾ കേടുവരാൻ ശ്രമിക്കാൻ പാടില്ല. തഥൈവ പശുപാലക, ആ ഗോപന്മാർ എന്ത് തന്നെ മംഗളകർമ്മമാണ് ചെയ്യാതിരുന്നത്, എല്ലാം ചെയ്തു. ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നർത്ഥം. ഇനി ആർക്കാണ് ഈ മംഗളം ഉണ്ടാവാൻ ചെയ്യുന്നത്? ജഗത്രിതയമംഗള, അവിടെ രസം. ലോകത്തിലുള്ളവർക്ക് മുഴുവനെ മംഗളം കൊടുക്കാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. ശരി ഗുരുവായൂരപ്പാ, വിവാഹമൊക്കെ നിശ്ചയിച്ചു തടസ്സം കൂടാതെ മംഗളമായിട്ട് നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. നടക്കുന്ന ഒക്കെ വേണ്ടടത്ത് പോയി വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു ധൈര്യം നമുക്കുണ്ടാവും. അപ്പോൾ ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവൻ മംഗളം ഉണ്ടാക്കണ ആളാണ് ആര്? ഭഗവാൻ. ഇത്ര ആൾക്കാരാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഭഗവാന് മംഗളം ഉണ്ടാവാൻ വേറൊരാൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെയൊക്കെ വല്ല സൽക്കർമ്മം ഈശ്വരന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ശക്തി ഉണ്ടാവാനല്ല പൂജിക്കണത്, അതുണ്ടാവും നമുക്കും കൂടി നന്നാവാനാണ്. നമ്മുടെ ആവശ്യമാണ് അതൊക്കെ. ഭഗവാന് പൂജ ചെയ്തില്ലെങ്കിലും നിവേദ്യം ചെയ്തില്ലെങ്കിലും ഉത്സവം നടത്തിയില്ലെങ്കിലും ഒരു കുറവും വരാൻ പോണില്ല, യാതൊരു കുറവും വരാൻ പോണില്ല. ഉണ്ടോ? പക്ഷെ ഇതൊക്കെ ചെയ്യുന്തോറും അതിൻ്റെ ഗുണം നമുക്കിങ്ങനെ കിട്ടുക ചെയ്യുക. അപ്പം അതേപോലെ ജഗത്രിതയമംഗള, ഭഗവാന് അങ്ങട് ഒരു മംഗളകർമ്മം ചെയ്തിട്ട് നേരെ വേണ്ട ആവശ്യമൊന്നും ഭഗവാനില്ല. പക്ഷേ ജഗത്രിതയമംഗള, ലോകത്തിലുള്ള 3 ലോകത്തിലുള്ളവർക്കും മംഗളം കൊടുക്കുന്ന ഭഗവാന് മംഗളം ചെയ്യാൻ വേണ്ടി ഇവർ മായ കൊണ്ട് ഒരു കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്തു ഗുരുവായൂരപ്പ. അത് വളരെ തമാശയായിരിക്കണു കാര്യം. ത്വമിക പാഹിമാം ആമയാത്, അങ്ങനെയുള്ള അങ്ങ് എന്നെയും കൂടി രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ ഗുരുവായൂരപ്പ. ഭജിക്കണം എന്നുണ്ടെങ്കിലും വേണ്ടേ ആരോഗ്യം. പ്രാർത്ഥിച്ച് ദശകം അവസാനിപ്പിച്ചിരിക്കുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.